സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് F41. ബിഗ് ബില്യൺ ഡേയിൽ ഏകദേശം 13,500 ഫോൺ കിട്ടി. നമ്മുടെ റിയൽമി 7, അതുപോലെ തന്നെ പോക്കോ M2 Pro, പോക്കോ M2, പിന്നെ റെഡ്മി നോട്ട് 9 Pro, ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സാംസങ് ഇറക്കിയിരുന്ന ഫോണാണ് F41. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. സാംസങ് ഗാലക്സി F41 ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഓഫറിൽ 13,500 രൂപക്കാണ് ഞാൻ ഫോൺ വാങ്ങിയത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 18,000 രൂപയാണ്. 6GB റാമും അതുപോലെ തന്നെ 128GB മെമ്മറിയാണ് വരുന്നത്. രണ്ട് വേരിയൻ്റാണുള്ളത്. 6GB റാമും 128GB മെമ്മറി, അതുപോലെ തന്നെ 6GB റാമും 64GB മെമ്മറിയുള്ള രണ്ട് വേരിയൻ്റാണ് വരുന്നത്. ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. നമുക്ക് 6000 mAh ആണ് ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ 15 വാട്ട്സിൽ ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം നമുക്കൊരു 3 മണിക്കൂറെങ്കിലും എടുക്കും. ഡാറ്റാ സിങ്കിങ്ങിനും അതുപോലെ ചാർജിങ്ങിനുമായിട്ടുള്ള കേബിളാണ്. USB Type-C കേബിളാണ് വരുന്നത്. സിം എജക്റ്റാനുള്ള ടൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേപ്പർ ബോക്സും വരുന്നുണ്ട്. ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കവറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫോണിൻ്റെ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.4 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. നമുക്കിതിനകത്ത് ചില ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് വരുന്നുണ്ട്. നമുക്ക് പക്ഷേ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ മെമ്മറി ചുമ്മാ തീർത്ത് കളയും. ഫോണിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10 ഫോൺ വരുന്നത്. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ കുറച്ച് ഗ്ലോസി ആണ്. കണ്ടാൽ ചിലപ്പോൾ ഗ്ലാസ് ആണെന്ന് തോന്നും, പക്ഷേ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. ഗ്ലാസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ട ഗ്ലാസ് ആണെന്ന് തോന്നും, പക്ഷേ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഗ്ലോസി ആണ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റും ആണ്. നമ്മളിതിനകത്തൊരു കേസ് യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഫോൺ പെട്ടെന്ന് തന്നെ വൃത്തികേടാവും. പിന്നെ ഇതിൻ്റെ ഒരു ലുക്കിൻ്റെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ കഴിഞ്ഞൊരു 1 കൊല്ലം അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം മുമ്പത്തെ ഫോണുകൾ എടുത്താലും സെയിം ഡിസൈനാണ്, സെയിം ലുക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണെന്ന് പറയാം. നമുക്ക് ഇതിനകത്തൊരു പുതുമ ഫീൽ ചെയ്യില്ല, ഒരു പഴയ ലുക്കാണ് ഫോണിന്. പക്ഷേ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആണെന്ന് പറയാം. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് ഇങ്ങനെ ക്രീക്കിംഗ് സൗണ്ടോ കാര്യങ്ങളൊന്നും തന്നെയില്ല. നല്ല സോളിഡ് ആയിട്ടുള്ള ഫോണാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത് Gorilla Glass 3 ആണ്. അതും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയാം. നമുക്കിപ്പോൾ Gorilla Glass 5 കാര്യങ്ങളൊക്കെ ആയി, എന്നിട്ടും ഇതിനകത്ത് 3 ആണ് തരുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്, ഓഡിയോ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഡോൾബി അറ്റ്മോസ് ഒക്കെ പറയുന്ന ഒരു ഗിമിക്ക് തന്നെയാണ്. പക്ഷേ നമുക്ക് സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ലൗഡുമാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. സാധാരണ സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് ഒരു കംപ്ലൈൻറ്റ് ആയിരുന്നു, കുറച്ച് സ്പീക്കറിൻ്റെ കുറച്ച് സൗണ്ട് കുറവാണ്. പക്ഷേ നമുക്ക് അത് ഇതിനകത്ത് അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ലൗഡായിട്ടുള്ള സ്പീക്കറാണ് വരുന്നത്. ഫോണിൻ്റെ പോർട്ടുകളും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് USB Type-C പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.4 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു U-cut ഡിസൈനാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇത് സൂപ്പർ ഡിസ്പ്ലേ ആണെന്നുള്ള കാര്യമാണ്. നമുക്ക് ഇതിനകത്ത് ബെസൽസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സൈഡിലും അത്യാവശ്യം നല്ല സ്ലിം ബെസൽസ് ആണ് വരുന്നത്. നമുക്ക് ഈ താഴ്ഭാഗത്ത് മാത്രമേ കുറച്ച് വലിയ ബെസൽസ് വരുന്നുള്ളൂ. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊരു ഗ്ലാസ് പിടിക്കുന്ന ഫീലാണ്. അത്രയ്ക്ക് സൂപ്പർ ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയേണ്ട ആവശ്യമില്ല, സൂപ്പർ ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ വേറെ ഒരു ഫോണും തരുന്നില്ല. അത്രയ്ക്ക് സൂപ്പർ ഡിസ്പ്ലേ ആണ്. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് Exynosൻ്റെ 9611 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. സാംസങ്ങിൻ്റെ കഴിഞ്ഞ് 1 കൊല്ലം മുമ്പത്തെ ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോണിലും ഈ സെയിം പ്രോസറാണ് വരുന്നത്. നമുക്ക് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസറാണെന്ന് പറയാം. നിങ്ങൾ അത്യാവശ്യം നല്ല ഗെയിം കളിക്കുന്നൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് PUBG കാര്യങ്ങളൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ കളിക്കാം, പക്ഷേ അത്ര സ്മൂത്ത് ആയിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. നമുക്ക് സാധാരണ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു ഹെവി ആയിട്ടുള്ള യൂസേജിനോ അല്ലെങ്കിൽ ഗെയിമിങ്ങിനെ പറ്റിയൊരു ഫോണല്ല. നമുക്ക് സാധാരണ യൂസേജിലോ പെർഫോമൻസിലോ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഹെവി ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഫോൺ ഇച്ചിരി കഷ്ടപ്പെടും. പിന്നെ ഫോണിൻ്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 6000 mAh ബാറ്ററി വരുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോൺ കിട്ടിയിട്ട് ഏകദേശം 2 ദിവസമായി. ഞാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി യൂസറാണ്. എന്നിട്ട് എനിക്ക് 1.5 ദിവസത്തിന് മുകളിൽ ചാർജ് കിട്ടി. ഒരു കാഷ്വൽ ആയിട്ടുള്ള യൂസർക്ക് എന്തുവന്നാലും 2 ദിവസത്തിന് മുകളിൽ ഷുവറായിട്ടും ചാർജ് കിട്ടും. അതുപോലെ തന്നെ ഒരു എത്ര ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിലും ഒരു ദിവസം കൊണ്ട് ഇതിനകത്ത് ചാർജ് തീർക്കാൻ അടിച്ചിട്ട് കഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 64 MP മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 12 MP വൈഡ് ആംഗിൾ ലെൻസും ഒരു 5 MP വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. നമുക്കിതിനകത്ത് ഡെപ്ത് സെൻസറിൻ്റെ സ്ഥാനത്ത് 5 MP വരുന്നൊരു മാക്രോ ലെൻസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്പെട്ടേനെ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറിലൊക്കെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു മാക്രോ ലെൻസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ.
ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. 64 മെഗാപിക്സൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ മികച്ച ഫോട്ടോസാണ്. നമുക്ക് സാധാരണ പണ്ടത്തെ സാംസങ്ങിൻ്റെ ഫോൺ കിട്ടിക്കൊണ്ടിരുന്ന പോലെ ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള നല്ല നോർമൽ ഫോട്ടോസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു പറയണം. നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് സൂപ്പർ ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. വൈഡ് ആംഗിൾ ലെൻസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഡ് ആംഗിളിൽ വീഡിയോസും ഷൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫോട്ടോസും എടുക്കാം. നല്ല വൈഡ് ആംഗിളിൽ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സിമ്മും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് വരുന്ന ഫിംഗർ പ്രിന്റ് സ്കാനും വരുന്നുണ്ട്, അതുപോലെ ഫേസ് അൺലോക്കും വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സ്കാനർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയുള്ള ഫിംഗർ പ്രിന്റ് സ്കാനാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫേസ് അൺലോക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാംസങ്ങിൻ്റെ സാധാരണ ഫേസ് അൺലോക്ക് എന്ന് വെച്ചാൽ സ്ലോ ആയിരിക്കും, പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം ഫാസ്റ്റ് ആണ്, നല്ല ആക്യുറേറ്റ് ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പോസിറ്റീവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫോണിൻ്റെ പോസിറ്റീവാണ്, അതുപോലെ തന്നെ ക്യാമറ ഫോണിൻ്റെ പോസിറ്റീവാണ്, ബാറ്ററി ബാക്കപ്പ് ഫോണിൻ്റെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പ്രോസർ ഫോണിൻ്റെ നെഗറ്റീവാണ്. ഒരു പഴയ പ്രോസറാണെന്ന് തന്നെ പറയാം. ഒരു കൊല്ലം മുമ്പുള്ള സാംസങ്ങിൻ്റെ എല്ലാ ഫോണും യൂസ് ചെയ്യുന്ന സെയിം പ്രോസറാണ്. ആ ഗെയിമിങ്ങിനൊന്നും പറ്റിയ പ്രോസറല്ല, സാധാരണ ഗെയിമിങ്ങിനെ പറ്റുള്ളൂ, ഹെവി ഗെയിമിങ്ങിന് കാര്യമൊന്നും പറ്റിയില്ല. നമുക്ക് ഫോണിൻ്റെ ബാറ്ററി വരുന്നത് 6000 mAh ആണ്. എന്നിട്ട് ഫോണിൻ്റെ ചാർജിങ്ങിന് വേണ്ടി ചാർജറായിട്ട് നമുക്ക് വരുന്നത് 15 വാട്ട്സിൻ്റെ ചാർജറാണ്. സാംസങ് തന്നെ പറയുന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് ചാർജിങ്ങിന് വേണ്ടി വരുന്നതാണ്. പക്ഷേ ഞാൻ ചാർജ് ചെയ്തിട്ട് എനിക്ക് ഏകദേശം 3 മണിക്കൂറുകളെടുത്ത് ഫുള്ളാകാനായിട്ട്. ഈ ഒരു പ്രസൻറ്റിൽ വരുന്ന എല്ലാ ഫോണുകളും നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് തരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് 6000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് നമുക്കൊരു 30 വാട്ടിൻ്റെങ്കിലും ഫാസ്റ്റ് ചാർജിങ് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് സാംസങ് ഇപ്പോൾ എന്തിനും ഇങ്ങനെ ഒരു ഫോൺ ഇറക്കി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ 1 വർഷം മുമ്പത്തെ ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് M21 അതുപോലെ സാംസങ് M30 എന്ന് പറയുന്ന ഫോണുകൾ നോക്കുമ്പോൾ ഈ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണ്. എന്ന് വെച്ചാൽ സ്പെസിഫിക്കേഷൻസ് സെയിം ആണ്, ഏകദേശം ലുക്കും സെയിം ആണ്. പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ് പ്രൈസ്. ഈ F41ൻ്റെ സെയിം സ്പെസിഫിക്കേഷനുള്ള M21 അതുപോലെ M30 എന്ന് പറഞ്ഞ ഫോണുകൾ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ആ 1 കൊല്ലം മുമ്പത്തെ ഫോണുകളുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തിനിപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ സാംസങ് ഇറക്കി എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാലും നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഫോണുകളോട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു ഫോൺ തന്നെയാണിത്. അപ്പോൾ ഈ ഫോൺ റിവ്യൂ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വേറെ ഫോൺ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.